ഹായ്. അപ്പോൾ ബീട്രൂട്ട് നടണേൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മാസമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിളവെടുത്തിട്ടുണ്ട് ബീട്രൂട്ട്. അപ്പോൾ അതിൻ്റെ കാണാം നമുക്ക്. ഇതാണ് ഞാൻ നട്ട ബീട്രൂട്ട് വിത്ത്. പേര് നാംധാരി സീഡ്സ്. ഇത് ഓപ്പോസിറ്റായിട്ടാണല്ലോ കാണാം. നാംധാരി സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഒരുപാട് വിത്തുണ്ടായിരുന്നു. ചെറിയ രൂപയേ ഉള്ളൂ, 30 രൂപയേ ഉള്ളൂ. ഇങ്ങനെ ചെറുതായിരിക്കും വിത്തൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബീട്രൂട്ടിൻ്റെ വിത്ത്. കണ്ടില്ലേ, കുഞ്ഞു വിത്താണ്. എന്നാലും ക്യാരറ്റിൻ്റെ വിത്തിനേക്കാളും വലുതാണ്. നമുക്കത് നേരിട്ട് ചട്ടിയിലേക്ക് പാകാം. ഇനി നേരിട്ടല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചട്ടിയിൽ പാകിയതിന് ശേഷം അത് 4 ഇലയായി കഴിയുമ്പോഴാണ് സാധാരണ എല്ലാതും പറിച്ച് നടാം. 4 ഇലയായി കഴിയുമ്പോൾ നമുക്ക് പറിച്ച് വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം. പക്ഷെ എപ്പോഴും റൂട്ട് വെജിറ്റബിൾസ് നേരിട്ട് ചട്ടിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് നടുന്നതാണ് ഈസി. അപ്പോൾ എൻ്റെത് എന്തായാലും ചട്ടിയിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ബീട്രൂട്ടിൻ്റെ വിത്ത്, നാംധാരി സീഡ്സ്. 30 രൂപയാണ് ആയത് കേട്ടോ. എല്ലാ വിത്തും മുളച്ചു. അപ്പോൾ അത് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം ബാക്കി വീഡിയോയിൽ. അപ്പോൾ ഞാൻ ചെറിയ ചട്ടിയിൽ നടുന്നുണ്ട്. ചെറിയ ചട്ടിയിൽ നടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഇലയാകുമ്പോൾ പറിച്ച് നടാനായിട്ടാണ്. ഇനി അതല്ലാതെ വലിയ ചട്ടിയിൽ നേരിട്ടിട്ടും നടണുണ്ട്. 2 രീതിയിലും ചെയ്ത് നോക്കാനായിട്ട്. ഇത് ചെറിയ നമ്മൾ സാധാരണ എന്താ പറയുക, മുളപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ ചട്ടിയില്ലേ, അങ്ങനത്തെ കുഞ്ഞു ചട്ടിയാണ്. അതേപോലെ നേരിട്ടും നട്ടിട്ടുണ്ട്. നേരിട്ട് നട്ടപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് നട്ടയിൽ ഞാൻ കുറച്ച് ചുള്ളിക്കമ്പും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ചെറുതിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ, ഒരുപാട് താഴെയൊന്നും നടേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നേരിട്ട് ചട്ടിയിൽ നട്ടതാണ്. നേരിട്ട് ചട്ടിയിൽ നട്ട് ഞാൻ ഇതേപോലെ ഇലയും കുറച്ച് ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിളികളുടെ ഒരു ചെറിയ ശല്യം ഇതിൻ്റെ കിളിൻ്റെ ഇല പൊട്ടിച്ച് കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിന്. ഞാൻ എന്നിട്ട് ഇതേപോലെ ഇലകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം പാകമായി. പെട്ടെന്ന് വളർന്നത് ഇതേപോലെ വലിപ്പം വെച്ചത് വീതിയുള്ള ചട്ടിയിലാണ് പെട്ടെന്ന് വളർന്നത്. ഇപ്പോൾ ഇതേപോലത്തെ വലിയ ചട്ടിയിൽ വെച്ചത് അത്ര പെട്ടെന്ന് വളർന്നില്ല. എന്നാലും ഇതിപ്പോൾ ഒരു 20 ദിവസം, ഇതിപ്പോൾ 30 ദിവസമായിട്ടുണ്ട്. 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഇതേപോലെ നിറയെ ഇലയും വന്നു. അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബീട്രൂട്ട്. കണ്ടില്ലേ ബീട്രൂട്ട്? അത് 30 ദിവസമായപ്പോഴത്തേനും തന്നെ ഇത്രയും വന്നു. ഇതിങ്ങനെ പരന്ന ചട്ടിയിൽ വെച്ചതാണ് പെട്ടെന്ന് വളർന്നത്. താഴ്ചയുള്ള ചട്ടിയിൽ വെച്ചതിനേക്കാളും വളർച്ച കൂടുതൽ കണ്ടത് ഇതേപോലെ പരന്ന ബോക്സിലും ചട്ടിയിലും ആയിട്ട് ഞാൻ വെച്ചതിനായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കുഴിയുള്ള വലിയ ചട്ടിയിലായതുകൊണ്ടാണോ അതോ ഇനി വെയിൽ കറക്റ്റ് കിട്ടാഞ്ഞിട്ടാണോ പറഞ്ഞത്, ഇതിൻ്റെ വളർച്ചേനേക്കാളും സ്പീഡ് ഉണ്ടായിരുന്നു മറ്റേതിന്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് നട്ടത് തന്നെയാണ് ബീട്രൂട്ട്. പിന്നെ ഇല ഞാൻ തോരന് വേണ്ടി ഇടയ്ക്കിടയ്ക്കായിട്ട് കട്ട് ചെയ്യുമായിരുന്നു. അത് ഇടയിൽ എൻ്റെ ക്യാപ്സിക്കം നിൽക്കണതാണ്. അതേപോലെ സ്വീറ്റ് പൊട്ടറ്റോ, ഇത് വേറെ ബീട്രൂട്ട്. അതേപോലെ തന്നെ നന്നായി വളർന്നിട്ടുണ്ട് ആ ബീട്രൂട്ടും. ഇതിന് ഇടയിൽ ഞാനൊരു കോളിഫ്ലവർ നട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് പടവലം, എല്ലാം ഒരു ലൈനിൽ നട്ടതാണ്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറിക്കാൻ പോവുകയാണ്. ഇപ്പം 60 ദിവസമായിട്ടുണ്ട്. 2 മാസമായപ്പോഴാണ് ഞാൻ പറിക്കണത്. ഇപ്പം അത്യാവശ്യം കണ്ടില്ലേ വലുപ്പമായിട്ടുണ്ട്. ഇത് ഞാൻ 2ാമത് നട്ടതാണ്. ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നന്നൊക്കെ ഉള്ളതാണ് ഞാൻ പറിക്കണത്. എല്ലാം കൂടി ഒരുമിച്ച് പറിച്ചു വയ്ക്കണില്ല. കാരണം ഇല നമുക്ക് തോരൻ വെക്കാനും പറ്റും, ഈസിയാണ്, ടേസ്റ്റുമാണ് ചീര പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ പറിക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബീട്രൂട്ടിൻ്റെ എന്താ പറയുക, കുറച്ച് പകുതി വലുപ്പമാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പം നമ്മൾ ഓർഗാനിക്കായിട്ടാണല്ലോ ചെയ്യുന്നത്. മറ്റു വളങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഓർഗാനിക്കായ വളങ്ങൾ മാത്രം തന്നെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു വളമെന്ന് പറയാം.
പിന്നെ ഈ പറഞ്ഞ പോലെ ഇല ഞാൻ ഇടയിലിടയിൽ കട്ട് ചെയ്തിട്ട് തോരൻ ചീര വെക്കുന്ന പോലെ തന്നെ തോരൻ വെച്ചിരുന്നു. അപ്പോൾ 60 ദിവസം കൊണ്ട് ബീട്രൂട്ട് വിളവെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഞാൻ നോക്കിയിട്ട് എന്താ പറയുക, ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഹെൽത്തിയും ആണല്ലോ. കണ്ടില്ലേ, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, മറ്റേത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ടേസ്റ്റ് കൊണ്ട് എന്തായാലും എനിക്കറിയാം വളരെ കൂടുതൽ ഗുണം നമ്മൾ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നതിനായിരിക്കും. അപ്പോൾ ഈസിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും 2 മാസം കൊണ്ട് നമുക്ക് വീട്ടിൽ ബീട്രൂട്ട് ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ കണ്ടിട്ട് കുറേ ഇല ഞാൻ കട്ട് ചെയ്തിട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്കതൊരു ഗുണമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്